നമസ്കാരം. ഇന്നു മുതൽ നമ്മൾ 10th ലെവൽ എക്സാമുകൾക്കും ഡിഗ്രി ലെവലിനും വേണ്ടിയിട്ട് ഒന്നിച്ച് മിക്സഡ് ടോപ്പിക് ക്ലാസ്സുകളായിട്ട് പഠിക്കുകയാണ്. ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ക്ലാസ്സുകൾ കണ്ടിട്ട് അത് നോട്ട് സെപ്പറേറ്റ് എഴുതുകയും വേണ്ട, രണ്ടിനും ഒറ്റ സിലബസ് വെച്ച് ഒന്നിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും 2 എക്സാമുകൾക്കും യൂസ്ഫുൾ ആക്കാൻ കഴിയുന്നതാണ്. ക്ലാസ്സിലേക്ക് പോകാം. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? വിദ്യാപോഷിണി സഭ ആരാണ് സ്ഥാപിച്ചത്? സഹോദരൻ അയ്യപ്പൻ്റേതാണ് വിദ്യാപോഷിണി സഭ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സംഘടനകളും അത് സ്ഥാപിച്ച ആൾക്കാരും ഒക്കെ ചോദിക്കാറുണ്ട്. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് മിശ്രഭോജനം നടത്തിയത്. എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാലും അത് സഹോദരൻ അയ്യപ്പനാണ്. നിസ്സഹരണ സമരത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ തന്നിട്ട് ഇതിലേതൊക്കെയാണ് പെടുന്നത്, ഏതൊക്കെയാണ് പെടാത്തത്, ഇവയെല്ലാം എന്ന രീതിയിലൊക്കെ ചോദ്യമുണ്ടായിരിക്കും. ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും പഠിക്കും. മിക്സഡ് ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഒരു സബ്ജക്റ്റ് എടുത്ത് അത് പഠിക്കുകയല്ല, എല്ലാം നിങ്ങൾ കവറായിട്ട് പോകും. ഈ രീതിയിൽ പഠിച്ച് നോക്കുകയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന പരീക്ഷകളിൽ മാർക്ക് കിട്ടിയിരിക്കും. എന്തൊക്കെയാണ് നിസ്സഹകരണ സമരത്തിൻ്റെ പ്രത്യേകതകൾ? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു. നിസ്സഹകരണ സമരം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളെല്ലാം എന്താണ്? നിസ്സഹരിക്കുകയാണ്, വേണ്ട എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കുകയാണ്. വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷുകാരുടെ പുരസ്കാരങ്ങളൊക്കെ തിരികെ നൽകി. ബ്രിട്ടീഷുകാർ നൽകിയ പുരസ്കാരങ്ങളൊക്കെ തിരികെ നൽകി. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ്, അത് ബഹിഷ്കരിച്ചു. നികുതി നൽകാതെയിരുന്നു. ഇതെല്ലാം തന്നെ നിസ്സഹകരണ സമരത്തിൻ്റെ പ്രത്യേകതകളാണ്. വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകി. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. നികുതി നൽകാതെ ഇരിക്കുക. ഓക്കെയാണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി പരീക്ഷകളിൽ ചേരുംപടി ചേർക്കാനൊക്കെ ഉള്ള രീതിയിൽ ഇപ്പോൾ വിപ്ലവങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഓരോ വിപ്ലവങ്ങളായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പഠിക്കും. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് വർഷമാണ് എന്ന് അറിഞ്ഞിരിക്കുക. 1773. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതും അമേരിക്കൻ വിപ്ലവമാണ്. കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1774-ലും രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1775-ലുമാണ്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774, രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775-ലുമാണ്. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം. അതുപോലെ മെയ് ഫോർത്ത് മൂവ്മെൻറ്റ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. ലോങ് മാർച്ചിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മാവോ സേതുങ് ആണ് ലോങ് മാർച്ചിന് നേതൃത്വം കൊടുത്തത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ് 1939 മുതൽ 45 വരെ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് വർഷങ്ങളും ബേസിക് ഫാക്റ്റുകളും പഠിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ് വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഈ രീതിയിൽ പഠിക്കുന്നത് 2 എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ് 1914 മുതൽ 18 വരെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ് 1939 മുതൽ 45 വരെയുമാണ്. ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായതെന്നാണ്? 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായത്. കഴിഞ്ഞ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം എന്താണ്? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എന്നാണ്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്. ആ ഒരു ചോദ്യം വായിച്ചവർക്ക് ഈ 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായത് എന്നറിയാം. അപ്പോൾ അന്ന് അത് ഓപ്ഷനിലുണ്ടായിരുന്നു. അന്ന് ഇന്ത്യ
ഇന്ത്യ അംഗമായില്ല എന്നൊരു ലോജിക് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന വർഷം എന്ന് പറയുന്നത് 1945 ഒക്ടോബർ 30 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ബാക്കി ഓപ്ഷനൊക്കെ ജൂണ് ഫെബ്രുവരി ഒക്കെ ആയിരുന്നു 1945. അപ്പോൾ അതൊക്കെ ഈ ഐക്യരാഷ്ട്രസഭ രൂപീകൃതമാകുന്നതിന് മുന്നേയുള്ള ഡേറ്റ് ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ എന്തായാലും ഇന്ത്യ അംഗമാകുന്നത്. ആ രീതിയിൽ ലോജിക്കൊക്കെ വെച്ച് എഴുതിയവർക്ക് ആ ഉത്തരം കിട്ടിക്കാണും. 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്. എന്നാൽ ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1945 ഒക്ടോബർ 24 പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. നമ്മൾ കറുത്ത പരുത്തി മണ്ണ് എന്ന് തന്നെയാണല്ലേ പറയുന്നത്. അപ്പോൾ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത്. റിഗർ അല്ലെങ്കിൽ ചെർണോസം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. റിഗർ, ചെർണോസം. എങ്ങനെയാണ് കറുത്ത മണ്ണ് രൂപീകൃതമാകുന്നത്? ബസാൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ആഗ്നേയശിലയാണ്. നമുക്കറിയാം ശിലകൾ പലതരത്തിലുണ്ട്. ആഗ്നേയശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ഇതിൽ ആഗ്നേയശിലയായിട്ടുള്ള ബസാൾട്ട്, ഗ്രാനൈറ്റ് ഇതൊക്കെ എന്താണ്? ആഗ്നേയശിലയാണ്. ആഗ്നേയശിലയായ ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലമാണ് കറുത്ത മണ്ണ് രൂപീകൃതമാകുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിനാണ് കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. നേരെ നമ്മൾ എങ്ങോട്ട് വന്നു? ബയോളജിയിലേക്ക് വന്നു. സൂചനകൾ വായിച്ചു വിറ്റാമിൻ ഏതാണെന്ന് തിരിച്ചറിയുക. വിറ്റാമിനുകളും അതിൻ്റെ ഡെഫിഷ്യൻസിയും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളതാണ്. സൂചനകൾ വായിച്ചിട്ട് വിറ്റാമിൻ ഏതെന്ന് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ സൂചനകൾ എന്ന് നോക്കിക്കേ. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. അപ്പോൾ ഈ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നതെന്ന് പറയുന്നത് പഴങ്ങളിലും പഴങ്ങളിലൊക്കെയാണ് വിറ്റാമിൻ സി കാണപ്പെടുന്നത് കൂടുതലായിട്ടും. അപ്പം ചൂടാക്കുമ്പോൾ ഈ വിറ്റാമിൻ നഷ്ടമാകും. മോണയുടെ ആരോഗ്യത്തിനും യുവത്വം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. ഇതൊക്കെ എന്തിൻ്റെ പ്രത്യേകതയാണ്? വിറ്റാമിൻ സിയുടെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് വിറ്റാമിനുകളും അവയുടെ രാസനാമങ്ങളും നോക്കാം. വിറ്റാമിൻ എ ആണ് റെറ്റിനോൾ. വിറ്റാമിൻ എ ആണ് റെറ്റിനോൾ. ഇപ്പോൾ തന്നെ പഠിച്ചുകൊള്ളുക. വിറ്റാമിൻ B1 ആണ് തയാമിൻ എന്ന് അറിയപ്പെടുന്നത്. വിറ്റാമിൻ B1 ആണ് തയാമിൻ. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B2 ആണ് റൈബോഫ്ലാവിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. B3യുടെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ രാസനാമം എന്താണ്? നിയാസിൻ ആണ് B3യുടെ നാമം. B3 നിയാസിൻ. B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. വിറ്റാമിൻ B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. വിറ്റാമിൻ B6ൻ്റെ രാസനാമം എന്താണ്? പിരിഡോക്സിൻ. B7 ബയോട്ടിൻ ആണ് B7. ഇതൊക്കെ എന്താണ്? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. B9 ഫോളിക് ആസിഡ്. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാലമിൻ. വിറ്റാമിൻ B12 ആണ് സയനോകൊബാലമിൻ. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ ഡി കാൽസിഫെറോൾ. വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ. വിറ്റാമിൻ കെ ഫില്ലോക്വിനോൺ. അപ്പോൾ ഇത്രയും വിറ്റാമിനുകളും രാസനാമങ്ങളും പഠിച്ചിരിക്കുക. വിറ്റാമിൻ എ റെറ്റിനോൾ, വിറ്റാമിൻ B1 തയാമിൻ, വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ, വിറ്റാമിൻ B3 നിയാസിന്, B5 പാൻറ്റോതെനിക് ആസിഡ് എഴുതിയെടുത്തോളുക കേട്ടോ. B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമിൻ, സി അസ്കോർബിക് ആസിഡ്, ഡി കാൽസിഫെറോൾ, ഇ ടോക്കോഫെറോൾ, വിറ്റാമിൻ കെ ഫില്ലോക്വിനോൺ. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? വക്രതാ ആരം തന്നിട്ടുണ്ട്. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോക്കസ് ദൂരവും വക്രതാ ആരവും തമ്മിലുള്ള റിലേഷൻ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ടും പറ്റത്തുള്ളൂ. എന്താണ് ഇക്വേഷൻ എന്ന് നോക്കിക്കേ. എഫ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എഫ് എന്താണ്? ഫോക്കസ് ദൂരമാണ്. ഈക്വൽ ടു R/2.
F=R/2 ആണ്. F=R/2. R എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വക്രത ആരം 40 ആണ്. 40/2 20 സെൻറ്റിമീറ്റർ. പെട്ടെന്ന് കിട്ടിയില്ലേ? F=R/2. ഇനി ഇതേപോലെ തിരിച്ച് R ചോദിക്കുകയാണെങ്കിലോ R=2F ആണ്. R=2F ആണ് എന്നുള്ള ഇക്വേഷനും കൂടി അറിഞ്ഞിരിക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസറാണ് എഡ്ജ്. എഡ്ജാണ് മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. എന്നാൽ മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബിങ് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസറാണ് എഡ്ജ്. മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിനാണ് ബിങ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിനും 10th ലെവൽ മെയിൻസിനും ഒക്കെ കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഇപ്പോൾ കമ്പ്യൂട്ടറാണ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ. കമ്പ്യൂട്ടർ, ഹിസ്റ്ററി ഇതൊക്കെയാണ് ക്ലാസ് എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടിലുള്ള കോമൺ ടോപ്പിക്കുകളാണ്. അപ്പോൾ നമ്മൾ 2 ക്ലാസ്സിൻ്റെ ആവശ്യം ചെയ്യേണ്ടതും ഇല്ല. ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനും കഴിയും. അതുകൊണ്ടാണ് മിക്സ് ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസർ എഡ്ജാണ്. മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഏതാണ്? ബിങ് ആണ്. ബിങ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. ഇത് പിന്നെ നമ്മുടെ 10th ലെവൽ മെയിൻസിലാണ് സുപ്രധാന നിയമങ്ങൾ വരുന്നത്. ഗാർഹിക പീഡന നിരോധന നിയമം, അതുപോലെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം, ഇതുപോലത്തേക്ക് 10th ലെവലിലാണ് വരുന്നത്. പക്ഷേ ഡിഗ്രി ലെവലിൽ ചോദ്യമില്ല എന്നൊന്നും പറയാൻ കഴിയത്തില്ല. എന്നാണ് 2006 ഒക്ടോബർ 26. മലബാറിലും കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947. മലബാറിലും കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. തിരുവിതാംകൂറിൽ എന്നാണ് നടന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകെ. നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് 1949 നാറ്റോ രൂപീകൃതമായത്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം, അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന, അതുപോലെ ലേബർ ഓർഗനൈസേഷൻ, ഇതിൻ്റെ എല്ലാ ആസ്ഥാനം ജനീവയാണ്. ഈ ആസ്ഥാനമൊക്കെ ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ IMF, വേൾഡ് ബാങ്ക്, ഇതിൻ്റെയൊക്കെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ ആണ്. വാഷിങ്ടണിലാണ് വേൾഡ് ബാങ്ക്, IMFൻ്റെയൊക്കെ ആസ്ഥാനം. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എവിടെയാണ്? നെതർലൻഡിലെ ഹേഗിലാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇപ്പം നാറ്റോ ബ്രസൽസ്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗ് നെതർലാൻഡ്, ലോക വ്യാപാര സംഘടന, ലേബർ ഓർഗനൈസേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവ, IMF, വേൾഡ് ബാങ്ക്, വാഷിങ്ടൺ. IMF, വേൾഡ് ബാങ്ക്, വാഷിങ്ടൺ. സ്പിരിറ്റ് ഓഫ് ലോ, നിയമങ്ങളുടെ അന്തസത്ത, ആരുടെ പുസ്തകമാണ്? മൊണ്ടസ്ക്യൂ. സ്പിരിറ്റ് ഓഫ് ലോ ആരുടെ പുസ്തകമാണ്? മൊണ്ടസ്ക്യൂ ആണ്. പ്രധാന ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. പ്രധാന ഹരിതഗൃഹവാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകമാണ്. N2O, CFC, മീതെയിൻ അല്ലേ, ക്ലോറോഫ്ലൂറോ കാർബൺ, അതുപോലെ നൈട്രസ് ഓക്സൈഡ്, മീതെയിൻ, ഇതെല്ലാം എന്ത് തന്നെയാണ്? പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതിൽ ഹരിതഗൃഹവാതകം ഏത്, പ്രധാനപ്പെട്ടത് ഏത് എന്ന രീതിയിൽ ചോദ്യം ഉണ്ടാകാറുണ്ട്. അഗുൾഹാസ് സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? അഗുൾഹാസ്. അപ്പോൾ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ അത് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന ചോദ്യം ചോദിക്കാറുണ്ട്. ബംഗ്വേല പ്രവാഹം, ഗൾഫ് സ്ട്രീം ഒക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഗൾഫ് സ്ട്രീം ഒക്കെ വരുന്നത്. അഗുൾഹാസ് ഇന്ത്യൻ മഹാസമുദ്രം, ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രം. കുറോഷിയോ പ്രവാഹം ഏതാണ്? കുറോഷിയോ പസഫിക് സമുദ്രത്തിലാണ്. അപ്പോൾ ഈ സമുദ്രങ്ങളിലെ പ്രവാഹങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയവ ആഗ്നേയശിലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആഗ്നേയശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്നിങ്ങനെ ശിലകളെ 3ആയി തരംതിരിക്കുന്നുണ്ട്. അതിൽ ഗ്രാനൈറ്റും ബസാൾട്ടും ഏത് തരത്തിലുള്ള ശിലയാണ്? ആഗ്നേയ ശിലയാണ്. ചുണ്ണാമ്പ് കല്ല് അവസാദ ശിലയാണ്. കായാന്തരിത ശില, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. മാർബിൾ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഗ്രാനൈറ്റ്, ബസാൾട്ട് ആഗ്നേയശില, ഗാബ്രോയൊക്കെ ആഗ്നേയശിലയാണ്. ചുണ്ണാമ്പുകല്ല്, മണൽക്കല്ലൊക്കെ അവസാദശില, മാർബിൾ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഇതുപോലെ മിക്സഡ് ടോപ്പിക്കായിട്ട് പഠിച്ചപ്പോൾ നോക്കിക്കേ, ഒരു 15 മിനിറ്റിലെ ക്ലാസ്സിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ ഓർത്ത് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്
നമ്മൾ ഇത്രയാണ് നിർത്തുന്നത്. ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ PDF നോട്ട് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഇതുപോലെ 2 എക്സാമുകൾക്ക് മിക്സഡ് ടോപ്പിക്കായിട്ടുള്ള അടിപൊളി ക്ലാസ്സുകളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.